തുറക്കിയാ ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇന്ന് എന്നത്തെയും പോലെ അല്ല കേട്ടോ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ നടക്കാൻ പോയിട്ടില്ല, പക്ഷേ നേരത്തെ എനിക്ക് കിച്ചണിലേക്ക് വരേണ്ട കാര്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ നടക്കാൻ പോകാണ്ടിരുന്നത് കേട്ടോ. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ റഫീഖക്ക് ഫുഡ് കൊണ്ടുപോകണം, അതെന്തായാലും എന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു എഡിറ്റിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. പിന്നെ റഫീഖക്ക് ഒരു സ്നാക്സും കൊണ്ടുപോകണമെന്ന്, എന്തെങ്കിലും സ്നാക്സും കൊണ്ടുപോകണമെന്ന് രാത്രി ആട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 8 മണിയാകുമ്പോഴത്തേക്കും പോവുകയും വേണ്ടേ. അപ്പോൾ ഞാൻ 6:30 പിന്നെ നടന്നു വന്ന് കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും 7 മണി. അപ്പോൾ 1 മണിക്കൂറോട് എന്തായാലും കാര്യങ്ങൾ നടക്കില്ല. ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, നാളെ നടക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എഡിറ്റിംഗ് എനിക്ക് നിർബന്ധമായിരുന്നു കേട്ടോ, കുറച്ച് ഭാഗം രാവിലെ. അപ്പോൾ രാവിലെ അതിന് വേണ്ടിയിട്ടിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. എഡിറ്റിംഗ് പരിപാടി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്, പകുതിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ചോറിന് അരിയിട്ടുണ്ട്, അതവിടെ നിന്നാവട്ടെ. അത് വിസിലടിച്ചാൽ ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോഴത്തേക്കും പിന്നെ കറികളും അതുപോലെ സ്നാക്സിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് ഞാൻ ചെമ്മീൻ റോസ്റ്റിനുള്ള സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. ഇല്ല, ഞാൻ എഡിറ്റ് ചെയ്ത് കുറച്ച് റെഡിയാണ്, ചോറായി. ഇപ്പോൾ നിങ്ങൾ കേട്ടത് റഫീഖാൻ്റെ ബേജാറാണ് കേട്ടോ. കാര്യം ഞാൻ ഇങ്ങനെ തുടങ്ങിയിട്ടില്ലുള്ളൂ കാണുമ്പോൾ. അപ്പോൾ ആവൂല, പിന്നെ സ്നാക്സൊക്കെ വെന്ത് ആയിട്ട് വരണ്ടേ, അപ്പോൾ അതിനൊന്നും ടൈം ഉണ്ടാവില്ല എന്നുള്ള ബേജാറാണ് കേട്ടോ. പക്ഷെ നമുക്കിത് കൊണ്ടേ വിടാവൂ ഇന്ന് എന്നുള്ളത് നമുക്ക് വാശിയാണല്ലോ. അപ്പോൾ ഞാൻ വേഗം നോക്കുകയാണ് കേട്ടോ. പക്ഷേ റഫീഖ നടന്ന് ഇപ്പോൾ വന്നിട്ടുള്ളേ. അപ്പോൾ നടന്ന് വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് അത് റഫീഖ കണ്ടിട്ടില്ല കേട്ടോ. കാര്യം എഗ്ഗ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എഗ്ഗിൻ്റെ ഞാൻ കായ്പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം രാത്രി പറഞ്ഞപ്പോൾ പിന്നെ ചിക്കനും ബീഫും അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ മസാല ഐറ്റംസ് അങ്ങനത്തെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂല. പിന്നെ പഴം ഇരിപ്പുണ്ടായിരുന്നു. എഗ്ഗ് ഓൾറെഡി എന്തായാലും എപ്പോഴും ഉണ്ടാവും ഇവിടെ. അപ്പോൾ പിന്നെ അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും വേണ്ടേ. അങ്ങനെ ഇതിപ്പോൾ ഒരു 10 എഗ്ഗ് ഉണ്ട് കേട്ടോ. എഗ്ഗിലേക്ക് ഒരു 2-3-4 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പാൽ ചേർത്താലും മതിയേ. പിന്നെ ഒരു 10 ടീസ്പൂൺ, ഒരു എഗ്ഗിന് 1 ടീസ്പൂൺ എന്ന കണക്ക് 10 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ആ ഒരു പഞ്ചസാരക്ക് ഒന്ന് മെൽറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പഴവും കട്ടാക്കി അത് വഴറ്റാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മിക്സ് ആക്കിയിട്ട് അത് ഒഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് 2 പോളയായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്നായിരുന്നു. പക്ഷേ പിന്നെ അതിനൊന്നും സമയമില്ല കേട്ടോ. കാര്യം റഫീഖ് ആവൂല, സമയം ഇതപ്പാവും എന്നൊക്കെ പറഞ്ഞും കൂടെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ടെൻഷനായേ. അപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട, ആ ഒരു കടായില്ലേ അതിലേക്ക് തന്നെ അങ്ങ് മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് ഒറ്റൊന്നങ്ങായിട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം 2ൽ ആക്കിയാൽ വെന്ത് കിട്ടും. പക്ഷെ എനിക്ക് 2 ഒഴിക്കാനും സ്റ്റൗവും അതായത് അടുപ്പും എനിക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് തന്നെ ഞാൻ വിചാരിച്ചു ഒന്നിച്ച് ഒരെണ്ണമായിട്ട് അതിലേക്ക് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് നമുക്ക് നോക്കണ്ടല്ലോ, അതവിടെ വെന്തോളുമല്ലോ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ചോറ് വിസിലടിച്ച് ഞാൻ ഓഫാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വാർത്തെടുക്കണം. പിന്നെ നമ്മൾ കായ്പോണേൻ്റെ മിക്സ് വേഗം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റട്ടെ. പിന്നെ നമ്മളെ പഴം വഴണ്ട് വന്നിട്ടുണ്ട്.
അത് നമ്മുടെ ഒരു എഗ് മിക്സ് ഇല്ലേ അതിലേക്ക് അങ്ങോട്ട് ജസ്റ്റ് മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ക്യാരറ്റ് പോളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ക്യാരറ്റ് നെയ്യിൽ വഴറ്റിയിട്ട് ആ എഗ്ഗിലേക്ക് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ മക്രൂണി ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ. ഈ ഒരു മിക്സ് അത് കറക്റ്റാണ്, അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അതിട്ട് കൊടുത്തു. ഇനി അത് വെന്ത് വരട്ടെ. ജസ്റ്റ് ഒന്ന് ആറി വരുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കാഷ്യൂനട്ട് കിസ്മിസൊക്കെ വന്നിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല കേട്ടോ. പക്ഷേ ഇതൊന്നും റഫീഖക്ക് അറിയില്ല. വെള്ളപ്പത്തിൻ്റെ മാവുണ്ട്, അതുകൊണ്ട് പിന്നെ അത് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല കേട്ടോ. റഫീഖക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ കറിയായിട്ട് വേറെ അതിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ കൂടെ തന്നെ വെള്ളപ്പം കൂട്ടിയിട്ട് കഴിച്ചോളൂല്ലോ. അപ്പോൾ ഇത് ഒന്നും റഫീഖ കാണുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ആവൂല കേട്ടോ, ഇനിയിപ്പോൾ ആക്കാൻ നിൽക്കണ്ട, പിന്നെ ഞാൻ പിന്നെ ഒരു ദിവസം കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ മൈൻഡാക്കുന്നില്ല, നമുക്ക് പറ്റുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതാ എൻ്റെ സിമ്പിൾ ചെമ്മീൻ റോസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. 2 സവാള, ഒരു തക്കാളി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സവാള മാത്രമായാലും കുഴപ്പമില്ല, ഇട്ടാലും കുഴപ്പമില്ല. ചേർത്ത് കൊടുത്തു. ഒരു 3 ടീസ്പൂണൊക്കെ മുളക് പൊടി, 3-4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നതല്ല, അതുകൊണ്ട് ഭയങ്കര എരിവൊന്നുമില്ല. പിന്നെ ഒരു ഹാഫ് ടീസ്പൂണിൻ്റെ അടുത്ത മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. കറിവേപ്പില, നമ്മൾ ചെമ്മീൻ ക്ലീൻ ആക്കി വെച്ചതില്ലേ, അതും അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടോടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അവിടെ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ, ഒരു 5 മിനിറ്റ്. അപ്പോഴത്തേക്കും നമ്മൾ ചെമ്മീൻ കുക്കായിട്ട് കിട്ടും. ആ ഒരു കുക്കായിട്ട് കിട്ടുന്ന സമയം കൊണ്ട് തന്നെ നമ്മളെ ആ ഒരു സവാളയും തക്കാളിയും ഒക്കെ അല്ലേ അതിലേക്ക് ഇങ്ങനെ ചേർന്ന് നല്ലൊരു ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. സെപ്പറേറ്റ് ഉള്ളി തക്കാളി അങ്ങനത്തെ ഒന്നും വഴറ്റേണ്ട കാര്യമില്ല. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും ഇല്ലാണ്ട് തന്നെ അടിപൊളി ടേസ്റ്റിലൊരു ചെമ്മീൻ റോസ്റ്റാണ്. ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഉണ്ടാക്കാത്തവർ ട്രൈ ആക്കിക്കോട്ടോ. പിന്നെ ചെമ്മീൻ നമുക്ക് അധികം വേവൊന്നുമില്ല, ഒരു 3 മിനിറ്റ് മാക്സിമം 5 മിനിറ്റൊക്കെ വേവിച്ചാൽ മതി കേട്ടോ. പിന്നെ അത് ഇരിക്കും തോറും അതിങ്ങനെ റബ്ബർ പോലെ ഹാർഡായിട്ട് വരികയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതാ ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേഗം ഉപ്പേരിയാക്കുക. അപ്പോൾ അതിനുള്ള നമ്മളെ മിക്സില്ലേ, തേങ്ങ ക്രഷ് ചെയ്തത്, തേങ്ങ വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതാ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി കൊടുത്തു. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വെന്ത് വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പേരിയും റെഡി, കറിയും റെഡി. പിന്നെ ഒരു ചമ്മന്തിയും കൂടെ അരക്കാനുണ്ട്. അപ്പോൾ തേങ്ങ ചിരകിയതുണ്ടല്ലോ, അപ്പോൾ അതും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. പിന്നെ നമ്മളെ വെള്ളപ്പത്തിൻ്റെ മാവ് എനിക്ക് കുറച്ച് വെള്ളം കൂടുതലായിട്ട് പോയിട്ടുണ്ടായിരുന്നു അരച്ച സമയത്ത്. പിന്നെ പൊങ്ങുകയാണെങ്കിൽ പൊങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ചതാട്ടോ. കുഴപ്പമില്ല, പക്ഷെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു പൊങ്ങി നല്ല ഇങ്ങനെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല, ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഒരു വെള്ളത്തിൻ്റെ ഒരു വ്യത്യാസം വന്നതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് കാണിക്കേണ്ട, ഫ്ലോപ്പായി പോയാലും നമ്മൾ കാണിക്കണ്ടേ. അപ്പോൾ അതാണ് ഞാനിത് വീഡിയോ എടുക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഹോൾസ് ഇങ്ങനെ വീണിട്ട് ഇപ്പം തന്നെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇത് ചെറുതായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചുട്ടെടുക്കുന്നുണ്ട്. റഫീഖക്ക് ഇങ്ങനെ കുറച്ച് കളർ ചേഞ്ച് ആയിട്ട് കിട്ടണം കേട്ടോ. ആ വൈറ്റ് കളർ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് സമയമൊക്കെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊക്കെ ഹാർഡാക്കിയിട്ട് എടുക്കുകയാണ്. കുറച്ചൊരു ആ ഒരു സോഫ്റ്റ്നെസ് കളഞ്ഞിട്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെള്ളപ്പൊക്കെ കളർ ചേഞ്ച് ആവുന്നുണ്ടല്ലോ. അങ്ങനെയല്ല, ഇവിടെ ഓരോ വീട്ടിലും ഓരോ ടേസ്റ്റും ഓരോ ഇഷ്ടങ്ങളും അല്ലേ. ഇവിടെ റഫീഖക്ക് അങ്ങനെയാണ് ഇഷ്ടം. എനിക്ക് ആ വൈറ്റ് കളർ തന്നെയാണ് ഇഷ്ടം. ആ ഒരു എന്താ പറയുക, ആ ഒരു ഭയങ്കര ഒരു വൈറ്റില്ലേ, കളർ ചേഞ്ച് ആവാത്ത അത്. പിന്നെ എൻ്റെ വെള്ളപ്പത്തിലേക്ക് ഞാൻ മട്ട അവിലാട്ടോ കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു പെർഫെക്റ്റ് വൈറ്റ് കളർ ഇല്ലാത്തത്. എൻ്റെ മട്ട അവിൽ കുറച്ചുകൂടെ തീരാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ടത് തന്നെ കേട്ടോ, വെള്ളപ്പത്തിന് വേണ്ടിയിട്ട്, അപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഗ്രേവി നമുക്ക് കിട്ടും കേട്ടോ. നല്ല എളുപ്പമല്ലേ. പ്രത്യേകിച്ച് രാവിലത്തെ പണികൾക്കൊക്കെ ഭയങ്കര ഈസിയാണ്. പിന്നെ റഫീഖക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അത് മാത്രം മതി, ശരിക്കും ഒരു തോരൻ്റെ ഒന്നും ആവശ്യമില്ല. റഫീഖ പറയുന്നുണ്ട് അതും ഒരു ചമ്മന്തി മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. എന്തായാലും നമ്മൾ വെജിറ്റബിൾസൊക്കെ കഴിക്കുക, ലഞ്ചിനല്ലേ അതൊക്കെ കഴിക്കുക. അപ്പോൾ അതൊക്കെ ഒരു പെർഫെക്റ്റ് ആവണം എന്നുള്ളൊരു മൈൻഡും കൂടെ ഉള്ളതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഒരു ചമ്മന്തിയും ഒരു ഉപ്പേരി അങ്ങനെയൊക്കെ മതിയാവും. അപ്പോൾ നമ്മൾ കായ്പോളേൻ്റെ അതില്ലേ, അതവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഒരു മിനിറ്റ്. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിലൂടെ ഞാൻ കടല, നമ്മളെ വൈറ്റ് കടലല്ലേ, അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു കോമൺ മസാലയൊക്കെ ഇട്ടിട്ട്, റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലയും ഉപ്പും ഒക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചു. വെന്ത് വന്നപ്പോൾ അരപ്പ്
തേങ്ങയിൽ ഒരു 2 വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി ഒന്ന് തിളപ്പിച്ച് വറവിട്ട് ഒഴിക്കണം. നമ്മളെ കായ്പോളം സെറ്റാണ്. കായ്പോള അടി കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. അത് ഞാൻ വേഗം ആകാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ ഫ്ലെയിം കൂട്ടി കൊടുത്തതാണ്. അപ്പോൾ കുറച്ചൊന്ന് നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. കരിഞ്ഞ ആ ടേസ്റ്റും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ഞാൻ അടിയിൽ വേറൊരു ദോശപ്പാന് വെച്ച് കൊടുത്തിട്ടാണ് അതിൻ്റെ മുകളിലാണ് നമ്മളെ കടായി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മറ്റേ ഞാൻ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റംസ് നിങ്ങൾ ഈ അടുപ്പിൽ ചിലപ്പം കാണൂല. കാര്യം ഞാൻ വർക്ക് ഏരിയയിൽ അവിടെ ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുപോയി വെക്കൂട്ടോ. കാരണം ഇവിടെ എനിക്ക് വേഗം വേഗം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവിടെയും ഇവിടെയും എനിക്ക് ഒരേ സമയം കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഇതാ നമ്മൾ കായ്പോള സെറ്റായിട്ട് വന്നിട്ടുണ്ട്. തിരിച്ചൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ചെറുതുണ്ടാക്കുന്നതിനേക്കാളും വലുത് ഒന്നിച്ചുണ്ടാക്കിയപ്പോൾ ഒന്നുകൂടെ ഒരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ കട്ടികളും കാര്യങ്ങളൊക്കെ അവർ അവിടെ നിന്ന് ചെയ്തോളും. ഇനിയിപ്പോൾ റഫീഖാൻ്റെ ചോറും കൂടെ ഒന്ന് ബോക്സിലേക്ക് ആക്കട്ടെ. ഈ ബോക്സിൻ്റെ ലിങ്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് ടൈം കിട്ടുന്ന സമയത്തില്ലേ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ കയ്യിൽ ലിങ്ക് ഉള്ളതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം, ടാഗ് ചെയ്യുക. അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓൺലൈനായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഐറ്റംസിൻ്റെ കേട്ടോ. അപ്പോൾ സ്നാക്സില്ലേ കായ്പോള കൊണ്ടുവന്ന് എന്തിനാന്ന് വെച്ചാൽ അവരൊരു 10-11 മണിയായി കഴിഞ്ഞാൽ ചായ കുടിക്കും. ഒരു ചായ എന്തെങ്കിലും ഒരു സ്നാക്സും കഴിക്കും. അപ്പോൾ അല്ലാത്ത ദിവസം അവർ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇടയ്ക്ക് റഫീഖൊക്കെ ഇഷ്ടമാണ് കേട്ടോ കൊണ്ടുപോകാൻ, എനിക്കും ഇഷ്ടമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞാലല്ലേ നമുക്ക് രാവിലെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. എന്നാൽ പിന്നെ സമൂസ അങ്ങനത്തെ ആക്കി വെച്ചാൽ നമുക്ക് മസാലയൊക്കെ രാത്രിയിലാക്കി വെച്ചാൽ ഭയങ്കര സിമ്പിളല്ലേ. ഫില്ലാക്കി വെച്ചാൽ രാവിലെ ഫ്രൈ ആക്കുക അങ്ങനെയൊക്കെ വേണ്ടി വരുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ. എന്തായാലും വേണ്ടില്ല, റഫീഖ കുളിച്ച് മാറ്റുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ വേഗം റെഡിയാക്കുകയാണ് കേട്ടോ. കാര്യം അവർ പറഞ്ഞതിനേക്കാളും 10 മിനിറ്റ് മുമ്പ് നമ്മൾ റെഡി ആവണമല്ലോ, അങ്ങനെയല്ലേ നമ്മൾ പെണ്ണുങ്ങൾ. അപ്പോൾ ഇതാ എല്ലാം സെറ്റായിട്ടുണ്ട്. വെള്ളപ്പം അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റഫീഖാക്കുള്ളതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കറി ഞാൻ കടലക്കറി ആവൂലെന്ന് വിചാരിച്ചു, പക്ഷേ കടലക്കറിയുമായി എല്ലാം ആയിട്ടുണ്ട്. ഒന്ന് തിരക്കാവാൻ കാരണം ഇതാണ് കേട്ടോ, ഞാൻ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇരുന്നില്ലേ. അപ്പോൾ അത് നമുക്ക് സമയം പോണത് അറിയേയില്ല കേട്ടോ. അങ്ങ് വേഗം വേഗം പോകും. പിന്നെ കുഴപ്പമില്ല, എല്ലാം ആയി കിട്ടിയല്ലോ. നമുക്ക് ആക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ആക്കി എടുത്താൽ മതിയല്ലോ. ഇതിപ്പോൾ ഇത്രയും സമയം എനിക്ക് ആവശ്യമില്ല, ഞാൻ പെട്ടെന്ന് ചെയ്തു തീർക്കും. പക്ഷേ നമ്മൾ വീഡിയോ എടുത്തും കൂടെ ഞാൻ ചെയ്യുന്ന കാര്യം തന്നെയല്ലേ, നമ്മളെ വീട്ടിലത്തെ കാര്യം തന്നെയാണല്ലോ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ അതെനിക്ക് വീഡിയോയും കൂടെ എടുക്കണമല്ലോ, അതിൻ്റെ ഒരു ടൈം ലാഗും കൂടെ വരും. അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്കി കൊടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ റഫീഖാക്ക് ഇതെല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുപോയി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കായ്പോളൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഒരു വാഴേൻ്റെ ഇലയൊക്കെ എവിടുന്നോ റഫീഖ് സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാട്ടിയെടുത്തു. ഇനി അത് ഒന്ന് പൊതിഞ്ഞ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത് റഫീഖ് തന്നെ ചെയ്തോളൂ കേട്ടോ. എന്നെക്കാളും നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യും. കാരണം പൊട്ടിപ്പോയാൽ പിന്നെ ഒന്നിനും കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ റഫീഖ ഡ്യൂട്ടിക്ക് പോയി. ഇനി അപ്പോൾ വേറൊരു കാര്യമുണ്ട് കേട്ടോ. റഫീഖ പോകുന്നത് കൂടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും എല്ലാം അതോടുകൂടി കഴിയും കേട്ടോ. അതിന് ശേഷം അങ്ങനെയുണ്ട്, പെട്ടെന്ന് ഒന്ന് പടഞ്ഞാലും നമ്മളെല്ലാ പണികളും ആ ഒരു സമയം കൊണ്ട് തന്നെ തീരും. അങ്ങനെ ഒരു കാര്യം, അത് ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ എനിക്ക്. എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറേ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം നമ്മളും ചായ കുടിച്ചു, ഞാനും വാവയും ചായ കുടിച്ചു. ശേഷം കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഇന്ന് എനിക്ക് എക്സ്ട്രാ പണിയുണ്ട്, അലക്കാനുണ്ട് കേട്ടോ. ഒരുപാട് അലക്കാനുണ്ട്. 3-4 ദിവസമായിട്ട് എനിക്ക് അലക്കാൻ പറ്റിയിട്ടേ ഇല്ല. ഓരോരോ കാര്യങ്ങളും യാത്രയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അലക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, അകത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അലക്കാൻ പോയിട്ട് വരുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വലിയ പണിയൊന്നും അകത്തില്ല, തുടക്കാനും അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. മൊത്തത്തിലൊന്ന് ഒതുക്കിപ്പെറുക്കി ഒതുക്കിപ്പെറുക്കി വെച്ചിട്ട് ഒന്ന് അടിച്ചു വാരി ഇടാനേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് ചെയ്ത് വെച്ചിട്ടങ്ങ് കിച്ചൺ എന്തായാലും ക്ലീൻ ആയല്ലോ, ലഞ്ചും എല്ലാം റെഡിയാണല്ലോ. പിന്നെ ഇതും കൂടെ അല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങ് ചെയ്ത് വെച്ചിട്ട് അലക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അലക്കാനെന്ന് പറഞ്ഞാൽ ഇന്ന് കല്ലും കുറേ അലക്കാനുണ്ട്.
അതുപോലെ തന്നെ മെഷീനിലും ഇടാനായിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മെഷീനിൽ ഇപ്പോൾ ഇന്ന് ഇടണമെന്നില്ല, പിന്നെ അത് പിന്നെ അവിടെ കിടന്ന് ആയിക്കോളുമല്ലോ. പിന്നെ നമുക്ക് അലക്കുന്ന കൊട്ടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ കാലിയാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ രണ്ടും എന്താ പറയുക, ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കല്ലിൽ അലക്കാനുള്ളത് പിന്നെ മെഷീനിൽ അലക്കാനിടണം. അങ്ങനെ ഇനിയിപ്പോൾ അത് രണ്ടും കൂടെ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോൻ്റെ എഡിറ്റിങ് രാവിലെ കുറച്ച് ചെയ്തു വെച്ചത്. കാര്യം പകലെനിക്ക് ഉച്ചവരെ എന്തായാലും സമയം കിട്ടൂല. 2 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ പോസ്റ്റ് ആക്കുകയും വേണ്ടേ. അപ്പോൾ ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഭാഗം അപ്പം ചെയ്തു വെച്ചത്. ഇനിയിപ്പോൾ എനിക്ക് അലക്കൽ കഴിഞ്ഞിട്ട് കുറച്ച് എഡിറ്റിങ്ങിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഞാൻ ബാക്കി വെച്ചതിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മെഷീനിൽ അലക്കാതെ ഓഫായിട്ട് കിടക്കുന്നുണ്ട്. കല്ലിൽ അലക്കാനുള്ളതാ ഞാൻ കംപ്ലീറ്റ് അലക്കിയിട്ടുണ്ട് കേട്ടോ. റഫിക്കാൻ്റെ തന്നെയാണ് കൂടുതലും ഉണ്ടാവുക കല്ലിൽ അലക്കാൻ. എൻ്റെ പുതിയ ചുരിദാർ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ കുളിയൊക്കെ രാവിലെ, അത് എനിക്കൊരു ശീലമാണ് കേട്ടോ. അപ്പോൾ രാവിലെ കഴിഞ്ഞാലും നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് എന്തായാലും മേല് കഴുകും, ഫ്രഷ് ആവും ഒക്കെ ചെയ്യും. പിന്നെ നമ്മൾ നമസ്കാരത്തിൻ്റെ സമയത്ത് വേറൊരു ഡ്രസ്സ് അതിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അത് മാറ്റിയിട്ടാണ് നിസ്കരിക്കുക. പിന്നെ അലക്കുന്ന സമയത്തും അതുപോലെ തന്നെ പാത്രം കഴുകുന്ന സമയത്തൊക്കെ നമ്മൾ ആപ്രോൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുക. ഒരു ആപ്രോൺ അലക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അവിടെ വെക്കും. അപ്പോൾ അതിട്ട് നമ്മളൊക്കെ അലക്കുകയാണെങ്കിൽ ഇങ്ങനെ മേത്തേക്ക് തെറിക്കുകയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്കത് ശീലമാണ്, എനിക്ക് ഓക്കെയാണ് കേട്ടോ, കുഴപ്പമില്ല. തീരെ അത് പറ്റാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും, ഡ്രസ്സെല്ലാം മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ എൻ്റെ അലക്കലും അങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ആറിയിടട്ടെ കേട്ടോ. അപ്പം ഞാൻ കല്ലിൽ അലക്കിയതാണ് താഴെ ആറിയിട്ടത്, കാരണം വെള്ളം ഉറ്റുമല്ലോ. പിന്നെ മെഷീനിലുള്ളതാണ് കേട്ടോ ഇപ്പോൾ മുകളിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ആറിയിട്ട് കംപ്ലീറ്റ് ആക്കട്ടെ. ഇപ്പം നല്ല മഴ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് അധിക ദിവസവും ഇപ്പം മഴയുണ്ട്. ചില ദിവസം നല്ല മഴ, ചില ദിവസം കുറഞ്ഞ മഴ, അങ്ങനെയൊക്കെ. പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. അതായത് നാളെ 9-ാം തീയതി മെയ് 9-ന്. അപ്പോൾ നമ്മുടെ എൻ്റെയും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും എന്താ പറയുക, വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. അവരെ ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് സ്നേഹത്തോടെ. അവരുടെ പേര് ജസീറ അഷ്റഫാണ്. 22nd വെഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ അവരുടേത്. മാഷാ അല്ലാ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ജസീറ എന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാൻ എൻ്റെ ഏട്ടത്തിന് ഓർത്തു പോയിട്ടോ. എൻ്റെ ഒരേട്ടത്തിൻ്റെ പേര് ജസീറ എന്നാണ്. അപ്പോൾ ഇത് നമ്മളവിടെ നിന്ന് കാണുന്ന നമ്മളെ ഇൻഡോർ സ്റ്റേഡിയമാണ് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടോ. നമ്മൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നല്ല രസമാണ്. ആ പൂളിലെ വെള്ളവും നമ്മൾ ആകാശത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നതാണ്. പൂളിലൊക്കെ നല്ല ഫുള്ള് വെള്ളമായിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ പൂളാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ അതിന് വേണ്ടിയിട്ടൊക്കെ ആവും. നല്ല അടിപൊളി വെള്ളമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇനി ഇതാ അടുത്തത്, ഇന്നലെ എഗ്ഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴുകി തുടച്ച് ഇതപ്പോൾ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ട്രേയിലേക്ക് എടുത്തു വെക്കട്ടെ. ഇത് 2 സൈസ് എഗ്ഗും ഉണ്ട് കേട്ടോ. മറ്റേ ആ കളറും ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ സാധാ എഗ്ഗുമില്ലേ അതും വരുന്നുണ്ട്. നമ്മളിങ്ങനെ തന്നെയാണ് കേട്ടോ എഗ്ഗ് കുറച്ച് കൂടുതലായിട്ട് വാങ്ങുമ്പോൾ ഒരുമിച്ച് തന്നെയാണ് വാങ്ങുക. എന്തായാലും നമ്മൾ ഫ്രിഡ്ജിലല്ലേ വെക്കുന്നത്, പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എഗ്ഗിന് ഇവിടെ നല്ല ചിലവാണ്. ഡെയിലി 3 എണ്ണം എന്തായാലും ഇവിടെ ചിലവുണ്ട്. അപ്പോൾ തീരുന്നതേ അറിയില്ല കേട്ടോ. പിന്നെ സ്നാക്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ. എഗ്ഗ്, പാല്, എന്താ പറയുക, ഇതൊന്നും ഇവിടെ തീരാത്ത, മാഷാ അല്ലാ, ഇവിടെ തീരാത്തൊരു സംഭവമാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ വേണം. അത് റഫീഖാക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. പാലൊന്നും ചായക്ക് എടുത്തിട്ടില്ലെങ്കിൽ ചോദിക്കും, പാലുണ്ടോ, എഗ്ഗ് ഉണ്ടോ, ഇങ്ങനെ എന്ന് രാവിലെ ചോദിക്കും. എൻ്റെ മീൽ പ്രിപ്പ് ചെയ്ത് വെച്ച കാര്യങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ തീർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിനനുസരിച്ച് അതിനനുസരിച്ച് ഇങ്ങനെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഫില്ലാക്കി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ടൈമിൽ ഒരു 11-11:30 ആ ഒരു ടൈമിൽ 12 മണീൻ്റെ ഉള്ളിൽ കേട്ടോ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് കഴിക്കോട്ടെ, എന്തെങ്കിലും ഫ്രൂട്ട് എടുത്തിട്ട് കഴിക്കും. ഇന്നിപ്പോൾ ഇതാ ഞാൻ ഓറഞ്ച് ആട്ടോ എടുത്തത്. അപ്പോൾ ഓറഞ്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഏട്ടത്തിനെ വിളിച്ചപ്പോൾ എൻ്റെ ഏട്ടത്തിനെ കേട്ടോ വിളിച്ചപ്പോൾ അവിടെ കുഞ്ഞുമോനുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അങ്ങോട്ടേക്ക് പോയാലോ എന്നുണ്ടോ, കാര്യം എന്തായാലും റഫീഖ് രാത്രിയേ വരുള്ളൂ. അപ്പോൾ വിളിച്ചപ്പോൾ ഓന് കൂട്ടാൻ വരാമെന്ന് പറഞ്ഞേ. അപ്പോൾ അങ്ങനെ ഏട്ടത്തിക്ക് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കുകയാണ് കേട്ടോ, മാറ്റാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കുക തോന്നിയാൽ പിന്നെ വിചാരിച്ചാൽ പിന്നെ അങ്ങനെയാണ് കേട്ടോ, പിന്നെ പോകണം.
അത് അങ്ങനെ ഒരു ഇഷ്ടമാട്ടോ. ഇല്ലെങ്കിൽ പിന്നെ വിചാരിക്കുകയില്ല കേട്ടോ, നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ പോകും. അപ്പോൾ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞല്ലോ. അങ്ങനെ പിന്നെ ഓന് തിരിച്ച് ഓനെന്നെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ അത്യാവശ്യം സമയം കിട്ടുമല്ലോ. ഞാനിപ്പോൾ ബസ് കയറിയിട്ടൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് തിരികെ സമയം ഉണ്ടാവില്ല, തിരിച്ചിങ്ങോട്ടേക്കും വരണ്ടേ എന്ന് ചിന്തിക്കും. ഇതിപ്പോൾ ഓനുള്ളത് കൊണ്ട് എനിക്ക് അത്യാവശ്യം സമയം അവിടെ നിൽക്കാനും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു ഇറങ്ങി പുറപ്പെടലാണ് കേട്ടോ. പിന്നെ അങ്ങനെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞിട്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ എന്തോ വിഷമമാണ് കേട്ടോ. നമ്മളങ്ങനെ വിഷമം വരുത്തി വെക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളെപ്പോഴും നമ്മളെ ഹാപ്പി ആയിട്ട് വെക്കണ്ടേ. അത് ഞാൻ എപ്പോഴും എന്നെ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. അങ്ങനെതാ ഞാൻ ചുണ്ടയിലെത്തിയിട്ടുണ്ട്, ഏട്ടത്തീൻ്റെ വീട്ടിൽ. ചുണ്ട എവിടെയാണ് ഏട്ടത്തീൻ്റെ വീട് എന്ന് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചുണ്ടയിൽ ആരോ അവർക്ക് റിലേറ്റീവ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഏട്ടത്തീൻ്റെ വീട് വരുന്നത് ചുണ്ട കാപ്പങ്കുന്നാണ് കേട്ടോ. അങ്ങനെ പിന്നെ വന്ന് കുറച്ച് സമയം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ഇപ്പോൾ ഇതാ ഫുഡ് കഴിക്കുക, ഉച്ചക്കത്തെ ലഞ്ച് കിട്ടുക. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഓരോ വന്നിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വരുന്നത് അറിയില്ലല്ലോ, പിന്നെ ചിക്കൻ വാങ്ങാം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. വേണ്ടാന്ന്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണിത്, മുരിങ്ങേൻ്റെ ഇല താളിച്ചത് കേട്ടോ. എന്തായാലും താളിച്ചത് ഏറ്റവും ഇഷ്ടം മുരിങ്ങയില താളിച്ചത്. അപ്പോൾ മുരിങ്ങയില താളിച്ചതും കൂന്തൽ റോസ്റ്റും ചെറിയ അയിലല്ല അത് പൊരിച്ചതും, പിന്നെ കുഞ്ഞുമോന് മാങ്ങ ഇങ്ങനെ കുത്തിയിട്ടിട്ട് കാന്താരിയൊക്കെ ഇട്ടിട്ട് ഉള്ള ഒരു സംഭവമല്ലേ, അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ചോറിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട്. മാഷാല്ലാ, അടിപൊളി ഫുഡ്. നമ്മളത് ഇങ്ങനെ കഴിച്ചിട്ട് എപ്പോഴെങ്കിലും വീട്ടിലും ഏട്ടത്തിൻ്റെ അടുത്തൊക്കെ പൂമ്പോഴത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഇതിനേക്കാളുണ്ടതിനപ്പോൾ ഞാൻ കുറേ അല്ലല്ലോ അങ്ങോട്ട് വന്നിട്ട്. അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അധികം വലിയ ഡ്രസ്സല്ല, ഇതൊക്കെ വളം കുറഞ്ഞപ്പോ റോസിന്റെ വളം കിട്ടീനോ? ചാണകം ഇങ്ങനെ കത്തി കൊണ്ട് പിടിക്കല്ലേ, അതിനൊക്കെ പേടിയോ? ചാണകം കിട്ടീനോ? ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. ചാണകം ഉണക്ക ചാണകം പോയിട്ട് ഗ്രൗണ്ടിൽ പോയിട്ട് കിട്ടീന്ന് ഞങ്ങൾ അടുത്തുണ്ടോ ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് പെറുക്കിയിട്ട് ഇട്ട് കൊടുക്കും. അല്ലാണ്ട് വേറെന്താ വളം? പിന്നെ ഇത് പുളിപ്പിച്ചിട്ടൊക്കെ രസമുണ്ട് കേട്ടോ. അതൊക്കെ ബെഡ് റോസ് അല്ല, അതൊക്കെ ഒക്കെ ബെഡ് റോസ് തന്നെയാണ്. ചെറിയ 1-2 റോസേ ഉള്ളൂ. അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് മഴ ആയതുകൊണ്ട് മഴയൊക്കെ വരുന്നതെല്ലാം പോയി. പക്ഷെ റോസിന് കുഴപ്പമുണ്ടാവില്ല. പോയോ? പോപ്പി കുറേയൊക്കെ പോയിക്കുന്നു. ഇനി രണ്ടാമത് തൈ പിടിപ്പിക്കണം. ഇതൊക്കെ ജറാനി നല്ല രസം. ആമ്പല് തിരിഞ്ഞല്ലോ. മുട്ടുണ്ട് അതില്. മീനാട്ടോ. കാരണം ആ മീൻ ചത്ത് ഇപ്പൊ കുട്ടികളുള്ളത് അറിയില്ല. തവയും താനും കണ്ടുപിടിച്ചതിൽ ചെറുതുണ്ട്. എപ്പിയൊന്നല്ല, മറ്റേ വലിയ സൈസ് സാധാ മീൻ. കളർ മീനാ? കളർ മീന് മറ്റൊരു കറുപ്പ് കളറുണ്ട്. വലിപ്പം നിറച്ച കുട്ടികളാ. 10-20 എണ്ണീറ്റ്. ഇതൊക്കെ ഉണ്ട് ചെറാനി. എട്ട് കല്യാണൊക്കെ പിരിച്ചു വെക്കണം. കല്യാണല്ല എന്റെ പേര് നിത്യ കല്യാണം തന്നെയാണ്. അതിന് ശവന്നാറി ആക്കണ്ട. പക്ഷെ ഇതില്ലേ, നിത്യ കല്യാണിന്റെ ഭംഗി ഒന്നിനുമില്ല. പോപ്പിക്ക് പോലും ഇല്ല. നീണ്ടു നിൽക്കുന്ന ചെടി തന്നെ. കുറച്ച് വെള്ളം മതി. എൻ്റെ ഇത് നല്ല രസമുണ്ട്. ജറാനിയല്ലത്. പക്ഷെ ഇത്ര ഉഷാറായിട്ടില്ല, ഭംഗിയായിട്ടില്ല. പക്ഷെ അതെന്ത് രസം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പോയതാ. വെയില് ഒരു ദിവസം നനച്ചില്ലെങ്കിൽ പോയതാ. ഇതില്ല, ഇത് ചട്ടി പൂമോള വാവ ഉണ്ടാക്കിയത്. സോപ്പിട്ട് തന്നതാ. ജറാനിക്ക് പറ്റിയ ചട്ടിയാണ്. പക്ഷെ അതിൽ നിറയണം. കളറും വെച്ചെടുത്തേക്കാണ്. മറ്റേ പല സൈസ് കളർ രസമുണ്ട്. വെള്ളമല്ലികളുണ്ടോ? നല്ല രസമുണ്ട്. ജറാനി എനിക്കും കുറച്ചുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ. ആരൊക്കെ 3 ആള്?
ആരൊക്കെയാണ് ഇന്ന് മൂന്നാള്? അവർക്ക് ഭയങ്കര ഹരമായിരിക്കുമല്ലോ പാർട്ടി. ആ ഇത് പോയി, താനെ പോയി. എന്താ അത് പിരിച്ചു വെച്ചിട്ടില്ല ഞാൻ. അത് അല്ല അത് തളി, തളിരല്ല ഉണങ്ങിയതാ. പക്ഷെ ഇവിടെ തളിരുണ്ട് കേട്ടോ, ചെറുതായിട്ടുണ്ട്. ചിലപ്പം വരും. ആ ഇല പോയിട്ട് രണ്ടാമത് വരികയാണെങ്കിലോ? ഇവിടെ കഴിഞ്ഞ് കട്ട് ചെയ്തീനോ? ഇല്ല, ഇല മോശമായിരിക്കുന്നല്ലോ. മരമായിട്ട് വിടുകയാണ്. കുറച്ചങ്ങനെ ഓരോ നോക്കമ്പരാ മൈൻഡാക്കുന്നില്ല. അങ്ങനെ വരട്ടായി. സപ്പോർട്ട് തീർന്നു അല്ലേ? കിട്ടിയോ പ്രാവശ്യം? നമ്മളതും തീർന്നു. മത്തൻ്റെലയും ചീരൻ്റെലയും വേണം. മത്തൻ്റെല എത്രയേ ഉള്ളൂ? ആ മേലക്ക് മുരിങ്ങമ്മക്കൂടെ കയറിക്കണം കേട്ടോ. വഴുതന ഉണ്ടല്ലോ. ഇപ്പം ഉണ്ടാവണേയുള്ളൂ. ഈ കുരങ്ങന്മാര് ഇപ്പൊ കുറച്ചായിട്ട് വരുന്നില്ല. അപ്പൊ ഉണ്ടാവുക കുരങ്ങന്മാരില്ല എന്തൊക്കെ ഉണ്ടാക്കാം. ഇവരുള്ളതൊന്നും മുരിങ്ങമരം വെട്ടി എല്ലാം കായ് വരുന്നതിലൊരു കെട്ടുപോലെ കായിട്ടിരിക്കുന്നു. പക്ഷെ ഒന്ന് ഗുണല്ലാണ്ട് പറിക്കേണ്ടി വന്നു. കർമൂസ മരം ഉണ്ടാവുന്നുണ്ട്. അതാ കാന്താരി. കാന്താരി ഇത് അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ മുളക്, ഈ വെള്ളമുളക് ഇട്ട് പൂമുളക് കുറച്ച് പറിച്ചുണ്ടേ. വാവ വരുമ്പോ ഉപ്പിലിടാൻ വേണ്ടി അവള് കുറച്ച് കൊണ്ടുപോയി. നമുക്ക് വേണമെങ്കിൽ പറിച്ചോ. കുറച്ച് വേണം വിനാഗിരിയിലിടാൻ. ഇതൊക്കെ ഉണ്ട്. തിരഞ്ഞ് കുറച്ച് പറിച്ചോ. വിത്ത് വേണേ കൊണ്ടേക്കടി. വിത്ത് പാകിയാ മതിയല്ലേ? എടുത്ത് വെച്ചിട്ടുണ്ട്. പൂമോളോട് പ്രാവശ്യം കാന്താരി ഇല്ലല്ലോ. പൂമോളോടെ തൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് സാധാ കാന്താരി. അത് അപ്പുറത്തേക്കൊക്കെ മറ്റേ ഈ മുളക് തന്നെ ഉണ്ട് അപ്പുറത്ത്. ഞാൻ കണ്ടതാ. ഇതിപ്പോൾ വൈകുന്നേരമാണേ. മഴ നല്ലോണം മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. മഴ ഇപ്പം പെയ്യും എന്നുള്ള ഗതിയിലാണ് കേട്ടുള്ളത്. അപ്പോൾ പിന്നെ പിന്നീട് പറിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ കാന്താരി കുറച്ച് പറിച്ചെടുക്കുകയാണ്. പൈസ കൊടുത്തേ പച്ചമുളക് വാങ്ങുന്നില്ല. പണ്ട് പൂമോളോടെ കുറേ ഇല്ലായിരുന്നോ? അപ്പൊ അത് കുറേ കൊണ്ടുവന്നിരുന്നു. ഒരു പാത്രം എടുത്തിട്ട് വടി. ഇതിലത്തെ നല്ല മുളകുണ്ടായിരുന്നു. പൂമുളക് ഉപ്പിലിട്ടതാ. മഴ വരുന്നുണ്ട്. ഞാൻ പറിച്ച മത്തൻ്റെ വേണോ? പിടിക്കോ? പാത്രം എടുത്തൂടെ? നല്ല കവർ എന്തേലും. ഞാനപ്പോൾ എത്രയോ ആയിട്ട് അങ്ങോട്ട് വന്നിട്ട് ഞാൻ ഈ ചേരാന്ന് ചീര നട്ടൊന്നും കണ്ടിട്ടേ ഇല്ല. പെറുക്കിയാ പറിച്ചാൽ തന്നെ പിന്നെ ഉണ്ടാവുള്ളൂ. തീർക്കണ്ടേ? ചീര അപ്പുറം കുറെ ഉണ്ടായി. പക്ഷെ ഒക്കെ സമയം കഴിഞ്ഞു പോകും. ഞാവല് നോക്ക്. എനിക്ക് താഴെ ചാടി കിടക്കുന്നുണ്ടോ? ഈ കാക്കാൻ്റെ ഞാൻ
പോണോണ്ട് വരുമ്പോഴത്തേക്ക് പറിച്ച് കഴിഞ്ഞു. ഇതവിടെ ഇവിടെ 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 പുറത്ത്. ഒരു ദിവസം നിൽക്കാൻ വരികയാണ്. മറ്റേ പൊതിച്ചോറുണ്ടാക്കിയത് ഇതിലേ ഐറ്റംസ് ഒക്കെ പറിച്ചിട്ട് സമയം കിട്ടുന്നില്ല. അപ്പോൾ പറിച്ചോ. ഞാവൽ ഇതിമരാ എവിടെ നല്ല ഞാവൽ. അത് ഞാൻ തീയിട്ടപ്പോ കരിഞ്ഞു പോയി. നല്ല ഞാവലുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമുക്ക് താഴെ വീടാനാ ഞാൻ പറിച്ചിട്ടൊന്നും വന്നിട്ട്. നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ വവ്വാലൊക്കെ ഉള്ളതുകൊണ്ടേ അതാണ് ഉണ്ടാവോ ഇല്ലേന്നൊന്നും അറിയൂലല്ലോ. ഇവിടുന്ന് കിട്ടും. ഇത് നമ്മൾ അടുത്തുള്ളവർക്ക് ചോദിക്കുമ്പോൾ കൊടുക്കുന്നതാണ് ചീര. ഏത് ചീര ഇത് പക്ഷെ പഴുത്തിട്ടില്ല. ചെറുത് നാടൻ അല്ലേ? ഇത് നമുക്ക് കിട്ടുന്ന പച്ചിക്കാണ്. അത്ര ചെറുതല്ലേ, പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ പഴുത്തത് കിട്ടണം. ഇത് മൂത്തല്ല ചീര. അത് മൂത്തേ. നമുക്ക് ആവശ്യത്തിന് മുകളിൽ തന്നെ ഉണ്ട്. അപ്പൊ പിന്നെ സജിത്താത്താന്റെ ചക്ക. ഇവരെ വിടുന്ന സമയായതപ്പോ കാത്തു നിക്ക. അയ്യോ കാക്കാൻ്റെ എവിടെ? ഒറ്റ ചക്കനല്ലേ ഉള്ളൂ. അതാണ് ഇറങ്ങാത്തത്. നമ്മളിവിടെ നിന്നിട്ടായിരിക്കും. ആകെയുള്ളതാണ് ആ പേടി. ഞാൻ നേരത്തെ ഒഴിഞ്ഞെടുത്തിരുന്നതാണ്. സ്നേഹാണ് കർമ്പി. ഇപ്പൊ പോണ കർമ്പി. കർമ്പി ടബി ടബി നമ്മളാളാട്ടോ. ടബി 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 ആരാ ടബി? മഴ വരുന്നു പറഞ്ഞിട്ട് പിന്നെ ഒറ്റ പെയ്യലാട്ടെ. ഇങ്ങനെ കറുത്തിരുണ്ടിട്ട് നല്ല സ്ട്രോങ് മഴയാ. മാഷാ അല്ലാ പെയ്യട്ടെ. ഒന്ന് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ മത്തൻ്റെ ഇലയും ചീരൻ്റെ ഇലയും മുളകും എല്ലാം പറിച്ചു കേട്ടോ മഴ വന്നപ്പോഴത്തേക്കും. അതിന് ശേഷം പിന്നെ നമ്മളിരുന്ന് ഇങ്ങനെ ഓരോരോ വർത്താനവും കാര്യങ്ങളൊക്കെ.
പിന്നെ ഇതാ ഏട്ടത്തി സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ചാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കിച്ചണിൽ വെളിച്ചത്തിൻ്റെ ഒരു ഇതില്ലാത്തത് കൊണ്ടാണ്, കുറവുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനി നമ്മൾ തിരിച്ചു പോകും. കുഞ്ഞുമോനും ഞാനും കൂടെ ഇപ്പോൾ മഴ ചോർന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്, മഗ്‌രിബിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.